ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായാലും വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉമ്മമാൻ്റെ ആണ്ടൊക്കെ ഉണ്ടായിനി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അന്നനെ തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഐസമ്മോളെ നമ്മൾ അംഗനവാടി കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് സങ്കടമുണ്ട് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഇന്ന് സുഖമില്ല കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് ദിവസം തന്നെ പോണ ദിവസം തന്നെ എനിക്ക് സുഖമില്ലാതായി ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഇടങ്ങേറൊക്കെ അതും ഉണ്ട്. ഓളെ മാണ്ടിയ പോലെ ഒരുക്കാനും കൊണ്ടുപോകാനൊന്നും കഴിയണില്ലല്ലോ. അതിൻ്റെ ഇടങ്ങേറൊക്കെ അതുകൊണ്ട് കേട്ടോ. ഷെമിപ്പോളെ കുളിപ്പിച്ചൊക്കെ വെച്ച് ഞാൻ ഒരു ഉടുപ്പൊക്കെ ഇട്ടെടുത്ത് മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് വാർന്നു കൊടുത്തിക്കണം കേട്ടോ. എനിക്ക് സുഖമില്ല തീരെ. അപ്പോൾ ശനിയാഴ്ച കഴിഞ്ഞിട്ടോ ശരിക്കും ഇത് പ്രവേശനോത്സവം. പക്ഷെ അന്ന് നമ്മൾ ഉമ്മമാൻ്റെ ആണ്ടായതുകൊണ്ട് നമ്മൾ അന്ന് പോയിട്ടില്ലേനി. അപ്പം ജൂൺ 1 ഇന്നാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ പോണതും അവിടെയുള്ള വിശേഷങ്ങളും ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ആദ്യമായിട്ട് പോകാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്, സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട് കേട്ടോ. ഓള് വലുതായല്ലോ എന്നുള്ളത് ഇങ്ങനെ ഇതാക്കുമ്പോൾ എന്തോ ഒരു സങ്കടം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അംഗനവാടി കൊണ്ടാക്കാൻ പോവാണ്. എന്താവുന്നൊന്നും അറിയില്ല, നിലവിളിച്ചോ നല്ലപോലെ നിൽക്കുമോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അതിനുള്ളതിനോട് പിന്നെ കുഴപ്പമില്ല, അതിനുണ്ടല്ലോ. അപ്പം നിൽക്കുമായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പം ഷെമി വന്നിട്ട് നമുക്ക് കൊണ്ടാക്കാൻ വേണ്ടി അതുവരെ കിടക്കേന് കേട്ടോ. ഇപ്പോൾ നീച്ചതാ, അവളെ കുളിപ്പിച്ചാര നീച്ചതാ കേട്ടോ മാറ്റാനും വേണ്ടിയിട്ട്. അപ്പം മാറ്റിയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇജ്ജ് എങ്ങോട്ടാ പോണേ? അംഗനവാടിക്ക് പോവാണ് അല്ലേ? അതിനുണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ വെച്ചോ. അപ്പോൾ ഷെമി മുട്ടായി വാങ്ങാൻ പോയതാട്ടോ. ഫസ്റ്റായിട്ട് പോകുമ്പോൾ മുട്ടായി കൊടുക്കണ്ടേ. അന്ന് പ്രവേശന ഉത്സവത്തിൻ്റെ അന്ന് പോവുകയാണെങ്കിൽ വേണ്ടില്ലേനി. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടല്ല പോകുന്നത്. അപ്പോൾ ഷെമി മുട്ടായിയൊക്കെ വാങ്ങാൻ വേണ്ടി പോയിന്. സമയം ഇപ്പം തന്നെ 10:30 ആവാനായിരുന്നു കേട്ടോ. 10:30ക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ പോണതും ഇതൊക്കെ അവിടെ ദൂരമല്ല കേട്ടോ, ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. നമ്മൾ തറവാടിൻ്റെ അവിടെ നിന്ന് അധികം ഇവിടുത്തെ അത്ര ഇല്ല കേട്ടോ. ഇവിടുന്ന് പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോവാണ്ട്. അപ്പോൾ അതാ ഷെമി ഇതപ്പോൾ അങ്ങാടി പോയി വന്നപ്പോൾ ഒരു കുഞ്ഞി ബാഗൊക്കെ കൊണ്ടുവന്നതാണ്. ഐസോള് കുറച്ച് നീങ്ങി എടുത്താളാ. അപ്പൊ ഞാൻ അംഗനവാടി പോവാണ്. അങ്ങനെ നമ്മൾ നേരെ അംഗനവാടിക്ക് വിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഉമ്മാരും പോകണം കേട്ടോ. അപ്പോൾ ഷെമി ഞങ്ങളെ ഇറക്കാനും വേണ്ടിയിട്ട് പോരട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കൽ പിന്നെ ഉമ്മാൻ്റെ അടുത്തൊന്ന് കയറിയിട്ടോ. ഉമ്മാനോട് പോണതൊക്കെ പറഞ്ഞേക്കാണ്ട് അങ്ങനെ നേരെ അംഗനവാടി പോയിട്ടോ. ചെന്നപ്പോൾ ഇതാ ഫുള്ള് കുറേ മക്കൾ നിലവിളിച്ചുണ്ട് കേട്ടോ. നല്ല നിലവിളി കേട്ടോ. അപ്പോൾ ഐസമോള് അതിനും ഇങ്ങനെ ഓളെ കയ്യും പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ നിലവിളി അങ്ങോട്ട് കേട്ടപ്പോൾ ഓളും എല്ലാം ഒന്നാട് സ്റ്റെക്കായിട്ടോ. കുറേ കുട്ടികൾ നിലവിളിക്കുന്നുണ്ട്. പിന്നെ ഇതാ അവളെ കയ്യിൽ മുട്ടായി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അവിടെ സീറ്റിലൊക്കെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഐസമോൾ ഇതാ വേഗം ബാഗൊക്കെ തുറന്നോളം മുട്ടായിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ പിന്നെ മുട്ടായി ബാഗൊക്കെ പൊട്ടിച്ചു കൊടുത്ത് ഓളോണ്ട് തന്നെ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓളിങ്ങനെ കൊടുക്കുക. അപ്പോൾ ഓള് കൊടുക്കണതിൻ്റെ ഇടയിൽ മക്കളൊക്കെ പാടെ വന്നാണ്ട് കവറിൽ കൈയിട്ട് വാരിയപ്പോൾ പിന്നെ ടീച്ചർ തന്നെ വാങ്ങിയാണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നിലവിളിച്ചണമൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്തോ ഒരു മുഖമൊക്കെ എന്തോ ഒരു വാടിയുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ പോകുകയല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇത് അതിൻ്റെതായിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളൊക്കെ കണ്ടോ അങ്ങോട്ട് വന്ന് വാരിയപ്പോൾ പിന്നെ ടീച്ചർ തന്നെ വാങ്ങിക്കാണ്ട് ഓളൊന്നും മുണ്ടണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ടീച്ചർ തന്നെ എടുത്തേക്കാണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓളേന്ന് വാങ്ങിക്കാണ്ട്. ചെറിയ മക്കളല്ലേ, നല്ല രസം കേട്ടോ കാണാൻ. കുറേ നിലവിളിച്ചണോലും കുറേ മുണ്ടാതിരിക്കണോലും. പിന്നെ അതാ ഓള അതിന് കൊണ്ടുപോയിക്കാണ്ട് അതിനോൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി ഇരുത്തിക്കണം കേട്ടോ. ഓനൊരു കസാലയൊക്കെ ഇട്ടുകൊടുത്തേക്കാണ്ട് ഓളോളെ ബാഗൊക്കെ മടി പിടിച്ച് ഇങ്ങനെ മുഖം കണ്ടിട്ട് എന്തോ എനിക്ക് പാവം തോന്നും കേട്ടോ. ഇങ്ങനെ പാവമായി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പിന്നെ കുറച്ച് മുന്നേ പോലെ തുടങ്ങിയതിനോട് ഓനങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവള് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയാൽ മെല്ലെ ഒന്ന് മാറി നിന്നപ്പോൾ ഓൾ ഇന്നെ തിരഞ്ഞ് വരുന്നു കേട്ടോ. ഞാൻ മെല്ലെ ഒന്ന് മാറി നിന്നതാണ്. നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ അതിനും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറി നിന്നതേന് കേട്ടോ. വേറെയും കുറേ അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ. നിർവഹിച്ച കുട്ടികളെ അമ്മമാരൊക്കെ ഉണ്ട്. ഫസ്റ്റത്തെ ദിവസം ആകുമ്പോൾ പിന്നെ അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ മെല്ലെ ഒന്ന് മാറിയപ്പോൾ ഉണ്ട് ഓൾ ഇനിയും തിരഞ്ഞാണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്നേ പോയില്ല കേട്ടോ. പിന്നെ അവളെ കസാലയും കൊണ്ട് ഓൾ എൻ്റെ അടുത്ത് വന്ന് അങ്ങോട്ട് ഇരുന്നു കേട്ടോ. ഓളും അതിനും പിന്നെ എൻ്റെ അടുത്ത് അവിടെ കുത്തിർന്നു. പിന്നെ ഓല് മാറണേ ഇല്ല കേട്ടോ ഓള്. അപ്പോഴത്തേനും ബാഗുമ്പോൾ അതിൻ്റെ ബൊമ്മേൻ്റെ ഒരു കണ്ണൊക്കെ പറിച്ചെടുത്തേക്കണം കേട്ടോ. പിന്നെ മക്കൾ കളിച്ചണതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ മിണ്ടണമൊക്കെ ഇറങ്ങണമൊന്നുമില്ല കേട്ടോ ആള്. അപ്പം പിന്നെ എന്നെ പോരാനും സമ്മതിക്കണില്ല. അങ്ങനെ പിന്നെ ഞാനങ്ങനെ അവിടെ കുറച്ചേരം ഇരുന്നിട്ട് എനിക്കാണെങ്കിൽ സുഖമില്ല, വയറുവേദന എടുത്തിട്ട് ഇരിക്കാനും പറ്റും. അതിൻ്റെ ഇടയിൽ ഓളൊന്ന് വീണിട്ടു. ഓളെ കസാല ഓളിരുന്ന കസാല വലിച്ചപ്പം പിന്നെ ഓള് വീണിട്ടോ. നല്ല വിറ്റാണ് സംഭവം. പിന്നെ ചോറ് നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ അങ്ങനെ അവിടെ നിർത്തിയത് കേട്ടോ. അപ്പോൾ ചോറ് തിന്നാനും വേണ്ടി കുട്ടികളൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഓളെങ്ങനെയായാലും ചോറൊന്നുമില്ല കേട്ടോ. എനിക്ക് ചോറ് വേണ്ടാന്നും പറഞ്ഞിക്കാണ്ട് വീട്ടിൽ പോവാ, ചോറ് വേണ്ടാന്നും പറഞ്ഞിക്കാണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ടീച്ചറോട്ടൊക്കെ പറഞ്ഞിക്കാണ്ട് ഇറങ്ങി കേട്ടോ. ഇനി നാളെ മുതൽ
ചോറൊക്കെ തിന്നേടെ കുത്തിർന്നോട്ടെ എന്നേതായാലും ഇങ്ങനെ പോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും പോകുന്നു കേട്ടോ. അപ്പോൾ ക്ഷമയില്ലേനി അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്ന് പോരുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും പെരയിലെത്തിയാൽ മതി എന്നുള്ള നിലക്ക് നിൽക്കുകയാണ് ഞാനും കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ, കുഞ്ഞ് വീഡിയോ അങ്കലവാടി പോയത്. അപ്പം വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ഇടുക, ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കട്ടോ. അപ്പോൾ നമ്മൾ ഐസമോള് ആദ്യമായിട്ട് ബാഗ് ഇട്ട് ഇനിയിപ്പോൾ ഈ ബാഗ് ഇറങ്ങണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ എടുക്കും കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ.